AP സമസ്തയുമായിട്ടേ ഇപ്പം പരമ്പരാഗതമായിട്ട് ഇടത് വോട്ടുകൾ കൂടുതലും പോകുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് AP വിഭാഗത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ EK വിഭാഗവും AP വിഭാഗവും രണ്ട് വിഭാഗമുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അപ്പോൾ സമസ്തയുടെ ഭാഗമായിട്ട് അവിടെ കൂടുതലുള്ള EK വിഭാഗത്തിൻ്റെ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകും? സ്വാഭാവികമായിട്ടും ലീഗിലേക്ക് പോകാനാണ് സാധ്യത. എന്നാൽ ഈ AP വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടി ഉറപ്പിച്ചാലേ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ UDF-ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ AP വോട്ട് വളരെ നിർണായകമാണ്. അപ്പോൾ AP വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആ വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുബഷീർ പറയും. AP സമസ്ത വിഭാഗം നേതാവും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇബ്രാഹിം മുൽ ഖലീലുൽ ബുഖാരി തങ്ങളുമായി VD സതീശൻ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. കടലുണ്ടിയിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? ഈ AP വിഭാഗം സാധാരണഗതിയിൽ പറയപ്പെടുന്നത് ഈ രാഷ്ട്രീയത്തിൽ ഈ CPM-ആയിട്ട് ചേർന്ന് നിൽക്കുന്ന മതസമുദായ സംഘടന എന്നുള്ളതാണ്. പക്ഷേ സമീപകാലത്തായിട്ട് അവർ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേതാവ്, അവരുടെ ഒരു ബഹുജന സംഘടനയായിട്ടുള്ള ഈ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അതിൻ്റെതായ സവിശേഷത കൂടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. AP വിഭാഗത്തെ UDF ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ കണക്കാക്കാം. അതോടൊപ്പം അവരുടെ യാത്ര ഇതിന് മുൻപ് നടത്തിയ സമയത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗ് നേതാക്കൾ, സാധാരണ ലീഗ് ഇവരിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലം അത്രയും നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ മാറി. കുഞ്ഞാലിക്കുട്ടി ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, ഈ കാന്തപ്പൻ ഉസ്താദിനെ നേരിട്ട് പോയി കാണുന്നു. സ്വാഭാവികമായിട്ട് AP വോട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു നീക്കം തന്നെയായിരിക്കും. അതായത് നമ്മൾ പറയാറുണ്ട്, ഒരു കല്ലും ഉഴുതുമറിച്ചിടാതെ ബാക്കിയാവരുത് എന്നാണ്, അല്ലേ? അപ്പോൾ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുകയാണ്. വലിയ പടപ്പുറപ്പാടാണ്. UDF-ന് അറിയാം ഇക്കുറി വന്നില്ലെങ്കിൽ പിന്നെ ഇല്ല, ആ അവസ്ഥയിലാണ്. 10 വർഷം അധികാരത്തിന് പുറത്തായിരുന്നു. എല്ലാ സാധ്യതകളും അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് AP വിഭാഗവുമായിട്ട് മാറിക്കഴിഞ്ഞാൽ